വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇർഷാദുൽ ഇബാദ് സബുക്ക് 58. ഫസ്ലുൻ ഫി അഹ്കാമി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായം. ഇനി നിസ്കരിക്കേണ്ട രൂപം എങ്ങനെ, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ വിധി നിയമങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും കറാഹത്തുകൾ മുബ്തിലാത്തുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. ഫിഖ്ഹിയായ വശങ്ങളും കൂടെയാണ് ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നത്. ഷുറൂത്തു ഹാദി, അതിൻ്റെ ഷർത്തുകളാണ് പറയുന്നത്. നമ്മൾ പണ്ടേ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ്, നമുക്കറിയാം നിസ്കാരത്തിന് 5 ഷർത്തുകളാണ് ഉള്ളത് എന്നാണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ളത്. അപ്പോൾ ശുദ്ധീകരണം വേണം, ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി അല്ലേ. വുളു എടുക്കണം, വുളു ഇല്ലാത്തവനാണെങ്കിൽ വുളു എടുക്കണം, കുളി നിർബന്ധമുള്ളവൻ കുളിക്കണം. അതുപോലെ തന്നെ നജസിൽ നിന്നുള്ള ശുദ്ധി, പിന്നെ ഔറത്ത് മറക്കൽ, കിബിലക്ക് മുന്നിടൽ, സമയമായെന്നറിയൽ, ഇങ്ങനെ 5 ഷർത്തുകളാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബ് പോലെ അത്രയും ഡീപ്പായിട്ട് വിശാലമായിട്ട് ആഴത്തിൽ പറയുന്നൊന്നുമില്ല, എന്നാലും ഒന്നും പറയാതെ പോകുന്നുമില്ല. നമ്മൾ സാധാരണ പഠിച്ച തർത്തീബിലും ആയിരിക്കില്ല ചിലപ്പം പറയുന്നത്. പറയാനുള്ള അവതരിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കിതാബിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച ഓർഡറിന് വിരുദ്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഓർഡർ അല്ലാത്ത കോലത്തിലായിരിക്കും ചിലപ്പം പറയുക. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നോക്കാം. ഷുറൂത്തുഹ, അതിൻ്റെ ഷർത്തുകൾ. സത്തുറു റജുലിൻ വ അമത്തിൻ, ആദ്യം തന്നെ പറയുന്ന ഔറത്ത് മറക്കല. അപ്പോൾ ചെറിയ ശുദ്ധിയെ തൊട്ടും വലിയ ശുദ്ധിയെ തൊട്ടും ശുദ്ധിയാവൽ എന്നൊക്കെയല്ലേ നമ്മൾ ആദ്യം, അങ്ങനെ ഒരു തർത്തീബൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഏതും ആദ്യം പറയാമല്ലോ. അപ്പോൾ അത് പിന്തിക്കുന്നതിന് കാരണം അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ അശുദ്ധികളെക്കുറിച്ചും നജസിനെക്കുറിച്ചൊക്കെ കുറച്ച് അധികം പറയാനുള്ളത് കൊണ്ടായിരിക്കണം അത് പിന്തിച്ചിട്ടുണ്ടാവുക. ആദ്യം എന്താണ്, ഔറത്ത് മറക്കുക എന്നുള്ള ഷർത്താണ് പറയുന്നത്. സത്തുറു റജുലിൻ വ അമത്തിൻ മാബൈന സുറത്തിൻ വ റുക്ബ, ഔറത്ത് മറക്കണം. നിസ്കാരത്തിലുള്ള ഔറത്ത് ഏതാണ് നമുക്കറിയാം. പുരുഷന്മാർക്ക് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പറഞ്ഞാൽ, പിന്നെ മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം, മുട്ടും പൊക്കിളും അത് രണ്ടും എന്താണ്, അതിൻ്റെ ബാഗ് മറക്കണം. അതിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചു എന്നുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിലുള്ള ഔറത്ത് അങ്ങനെയാണ് പുരുഷൻ്റെ ഔറത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പുരുഷൻ്റെ ഔറത്ത് പോലെ തന്നെയാണ് അടിമ സ്ത്രീയുടെയും ഔറത്ത്. അവർക്ക് മുട്ടുവക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതിയാവും. അപ്പോൾ അവരുടെ കുപ്പായത്തിന് തോട്ടയുണ്ടെങ്കിലോ, ചുരിദാറിൻ്റെ പൊക്കിളിൻ്റെ മേലെ അവർ ഇട്ട ഡ്രസ്സിന് തോട്ടയോ കീറലോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, തല മറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടിമ സ്ത്രീകൾ. അപ്പോൾ ആ രീതിയിൽ പുരുഷന്മാരുടെ ഔറത്താണ് അടിമ സ്ത്രീകൾക്കും വരുന്നത്. സ്വതന്ത്ര സ്ത്രീകൾക്കോ, അതായത് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗവും മറച്ചിരിക്കണം. മുഖവും മുൻകൈയും ഒഴിക്കണം എന്നല്ല പറഞ്ഞത്, അതല്ലാത്ത ബാക്കിയെല്ലാം മറക്കൽ നിർബന്ധമാണ്. മുഖവും മുൻകൈയും മറക്കണമെന്നില്ല. അത് മറക്കുന്നുണ്ടെങ്കിലോ അത് മറച്ചാൽ നിസ്കാരം ശരിയാണെടുക്കുകയും ചെയ്യില്ല, അത് വേറെ വിഷയം. അതല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ മറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മറക്കാൻ പറ്റില്ല എന്നല്ലല്ലോ. എന്നതുപോലെ മുഖവും മുൻകൈയും അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ടും മറഞ്ഞിരിക്കണം സ്വതന്ത്ര സ്ത്രീകൾക്ക്. പറയട്ടെ, ഞാൻ വായിക്കട്ടെ. സത്തുർ റജുലിൻ വ അമത്തിൻ, പുരുഷനും അടിമ സ്ത്രീയും മറക്കലാണ്. മാബൈന സുറത്തിൻ വ റുക്ബ, മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളെ മറക്കലാണ്. വ ഹുറത്തിൻ, സ്വതന്ത്ര സ്ത്രീ മറക്കലാണ്. വൈറ വജിഹിം വ കഫിൻ, മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങൾ മറക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മിനൽ അഅല വൽ ജവാനിബി, മൊത്തത്തിൽ മറക്കേണ്ടത് എങ്ങനെയാണ്, മേൽഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തിൽ നിന്നും എന്താക്കണം, മറക്കണം. താഴ്ഭാഗത്തിൽ നിന്ന് മറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുണിയെല്ലാം എടുത്താൽ താഴെ മറക്കൂലല്ലോ, എന്നാൽ പിന്നെ പേരുടെ നിർബന്ധമാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ താഴെയൊന്നും കാണാൻ പറ്റില്ല എന്നാണെങ്കിൽ, അപ്പോൾ മുകൾ ഭാഗത്ത് മറഞ്ഞിരിക്കണം. സൈഡിലും എന്താകാൻ പറ്റില്ല, മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിൽ എവിടെയും തോട്ടയോ കീറലുകളോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ആ ഭാഗങ്ങളൊക്കെ മറഞ്ഞിരിക്കണം. അതേസമയം താഴ്ന്ന് ഒരാൾ മേലോട്ട് നോക്കിയാൽ അത് എന്തായിരിക്കണം എന്നില്ല, മറക്കണം എന്നില്ല. അങ്ങനെ സാധാരണ നോക്കലില്ല. ആ ഭാഗം പിന്നെ സാധാരണയായി കാണുന്ന ഭാഗമല്ല, അതുകൊണ്ട് അവിടെ മറക്കണം എന്നില്ല. മേൽഭാഗത്തിൽ നിന്നും സൈഡ് ഭാഗത്തിൽ നിന്നും മറഞ്ഞിരിക്കണം.
ബിമാ ലാ യഹ്കി അല്ലൗന. എന്തുകൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്? ശരീരത്തിൻ്റെ കളറ് കാണിക്കാത്ത വസ്ത്രം കൊണ്ട്. അപ്പോൾ ഇവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കളറ് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ല. ആ രൂപത്തിലുള്ള കട്ടിയുള്ള വസ്ത്രം കൊണ്ട് മറക്കണം. നേരിയ ആകാശം ഭൂമിയെല്ലാം കാണുന്ന ആ സൈസ് തുണിയായ പറ്റൂല. അതുപോലെ തന്നെ തടിച്ച തുണി തന്നെ, പക്ഷെ മൊത്തം നനഞ്ഞിട്ടുള്ളതെല്ലാം ഒട്ടി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, ചില ആളുകൾ കൊടുത്താൽ മുണ്ടും തുണിയെല്ലാം ആകെ നനഞ്ഞിട്ടുണ്ടാവും, അതിങ്ങനെ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ കളർ പുറത്ത് കാണുന്നുണ്ടാവും. അങ്ങനെ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ എന്താകുക, ശരീരത്തിൻ്റെ കളർ കാണിക്കാത്ത വസ്ത്രം കൊണ്ട് മറക്കുക. ഖദറു അലഹി, അതിന് കുതിരത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്താക്കണം, പിന്നെ എങ്ങനെയെങ്കിലായിട്ട് കഴിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം തുണീന് തന്നെ ആയിക്കൊള്ളുന്നില്ല, ഇനി പേപ്പറായാലും ഇനി മറ്റെന്തെങ്കിലും ഈ എന്താണ് ഏതെങ്കിലും റൂമിലോ മറ്റ് കാടിലോ എന്തെങ്കിലും നമ്മൾ പെട്ടുപോയതാണ്, ഔറത്ത് മറക്കാനൊന്നുമില്ല. എന്നാൽ അവിടെയൊക്കെ കിട്ടുന്നത് എന്താണ്, പേപ്പറാണോ അല്ലെങ്കിൽ പച്ചിലകളാണോ, അതൊക്കെ എന്താണ് ഇത് ഔറത്ത് മറക്കാൻ ഉപയോഗിക്കണം. ഇനി അതൊന്നുമില്ലെങ്കിൽ മണ്ണ് വാരി പുരട്ടണം, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. ഫിഖിൻ്റെ കിതാബിൽ നമ്മൾ പറയുന്നതാണല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം കൊണ്ട് മറക്കണം. നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇപ്പം സാധാരണയായിട്ട്. ഇനി രണ്ടാമത്തെ ഷർത്ത്, തവജ്ജുഹുൻ ലിൽ ഖിബലത്തി, ഖിബലക്ക് മുന്നിടലാണ്. ഇല്ലാ ഫി സ്വലാത്ത് ഷിദ്ദത്തുൽ ഖൗഫ്, ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരത്തിലൊഴികെ, പേടിച്ചോടുന്നവൻ്റെ നിസ്കാരം, ഭയം ശക്തിയായവൻ്റെ നിസ്കാരം, അവൻ്റെ നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടണമെന്നില്ല. അപ്പോൾ യുദ്ധത്തിലും മറ്റൊക്കെ ഭയം ശക്തിയായ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അപകടങ്ങൾ വരുന്നുണ്ട്, നിസ്കാരം ഖളാവാനായി, ആ ഓട്ടത്തിൽ നിസ്കരിക്കണം, നിസ്കാരം വിടരുതല്ലോ. എന്തെങ്കിലും സുനാമി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നായ ഓടിക്കുന്നുണ്ട്, എങ്ങനെയായാലും നിസ്കാരം ഖളാക്കാൻ പാടില്ലല്ലോ, ആ സമയത്ത് നിസ്കരിക്കണം. അങ്ങനെ പേടിച്ചോടുന്നവൻ്റെ നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടണമെന്നില്ല. കിട്ടിയ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് അവൻ പോകുന്ന ഭാഗത്തേക്ക് അവൻ്റെ കിബിലയായി കണക്കൂട്ടിയിട്ട് അവൻ എന്താക്കാം, കിബിലക്ക് അങ്ങനെ നിസ്കരിക്കാം. അതല്ലാത്ത ബാക്കി എല്ലാവർക്കും കിബിലക്ക് മുന്നിടണം. ട്രെയിനിൽ പോകുന്ന ആളാണെങ്കിലും ബസ്സിൽ പോകുന്ന ആളാണെങ്കിലും ഒക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റ് വിശദീകരണങ്ങൾ വരേണ്ടതാണ്. വനഫിലി സഫരി മുബാഹിൻ, ഹലാലായ യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ, ഹലാലായ യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്നുണ്ടെങ്കിൽ കണ്ണൂരേക്ക് ഏടായാലും തിരക്കേടില്ല, വലിയ യാത്ര എന്നും പറഞ്ഞിട്ടില്ല. ഹലാലായ യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ അവിടെ നമ്മൾക്ക് വണ്ടിയിലിരുന്ന് നിസ്കരിക്കാം, കിബിലക്ക് മുന്നിടണമെന്നില്ല. നേരെ നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് തന്നെയാണ് കിബില. ബസ്സിലിരുന്ന് നിസ്കരിക്കാം, കാറിലിരുന്ന് നിസ്കരിക്കാം. ഇനി മാരിഫത്ത് ദുഖൂലി വക്തിൻ, അടുത്ത ഷർത്ത്, സമയം കടന്നുവെന്ന് അറിയുക. വല ഉദന്നെ, കടന്നുവെന്ന് നേരിട്ട് നമ്മൾ സൂര്യനെ നോക്കി കണ്ടുപിടിച്ചിട്ട് അറിയണമെന്നില്ല. ലന്ന് കിട്ടിയാലും മതി, ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലന്ന് കിട്ടും, ഭാവന ഉണ്ടായാലും മതി. അത് സംശയമായി പറ്റൂല, സമയം ആയിനോ ഇല്ലയോ എന്നുള്ള സംശയത്തോടു കൂടി നിസ്കരിച്ചാൽ ശരിയാവില്ല. അതേസമയം സമയം ആയി എന്ന് അറിയണം, ഉറപ്പ് കിട്ടണം. ഭാവനയായാലും മതിയാവും. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.